അടിപൊളി സാധനാട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങള് ഷാർജയിലുള്ള ആൾക്കാർ ഇത് തിന്നോക്കി. അപ്പൊ ഗൈസ് ഞാൻ ഇപ്പൊ എവിടെയല്ലേന്ന് വെച്ചാ ഞാൻ ഷാർജയിൽ റൂമിൽ നിന്ന് ഞാൻ ഇങ്ങനെ ബോറടിക്കുന്ന കണ്ടിട്ട് അന്നിങ്ങനെ ഫുഡ് കഴിക്കാൻ ഒരാൾ ഇൻവൈറ്റ് ചെയ്തിന്. ഞാൻ ഇങ്ങനെ ആടാൻ ഫുഡ് കഴിക്കാൻ ഫാമിലിൻ്റെ ഒപ്പം പോകുന്നത്. അന്ന ഒറ്റക്കല്ല, ഫാമിലി മൊത്തമായിട്ട് ഇൻവൈറ്റ് ചെയ്യും. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നേ ഒരു സ്ഥലത്ത് വിളിച്ചിട്ട്. അപ്പൊ ഗൈസ് ഞാൻ ഇതാ ഇവിടെ എത്തി. ഫസ്റ്റ് ഫുഡ് വരുന്നുണ്ട്. ഈ അൽഫാം ടൈപ്പിൽ പെരിപ്പെരി ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, മലായി ഉണ്ട്, ഗ്രീൻ ചില്ലി ഉണ്ട്. എല്ലാം നാല് തരം 13 തരം അടിപൊളി പെരിപ്പെരി സാധനം ഉണ്ട് എന്നാ പറയുന്നത്. ഇതാണ് കൊട്ടില്ലേ, പോത്തുംകാല്. പോത്തുംകാല് ഇതാണ് പോത്തുംകാല്. വയനാട്ടിലെല്ലാം കിട്ടുന്ന ഭയങ്കര വൈറലായ സാധനമില്ലേ, അതിവിടെ ഷാർജയില് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പൊറോട്ട. ഇതെന്തേനു കല്ലുമ്മ ചുട്ട. അതന്നെ ഇവിടെയുള്ള സ്പെഷ്യൽ സാധനം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് സ്പെഷ്യൽ സാധനം. ഞാനും ആദ്യമായിട്ട് ഇവിടെ കേൾക്കുന്നത്. കല്ലുമ്മ ചുട്ട തന്നെ പേര് കല്ലിന്റെ മേലെ കൊണ്ടാന്ന് വെച്ചിക്കു. ഇവിടെയുള്ള സ്പെഷ്യൽ സാധനം തോന്നുന്നത്. കണ്ടിട്ട് തന്നെ ഒരു വെറൈറ്റിയാണ്. നല്ല മാർബിളിന്റെ മേലെയല്ല വെച്ചിട്ടുള്ള മന്തിന്റെ തന്നെ ഒരു ശരിയായ പ്രത്യേകത. മുട്ടയെല്ലാം ഇട്ടിക്ക് മന്തിക്ക്. ഇവിടെ കണ്ട മന്തിമേല് മുട്ട, അതിന്റെ നടുവില് കൊട്ട് എല്ലാം ആയിട്ട് നല്ല രസത്തിൽ ഇവർ വെച്ച്. ജസ്റ്റ് മാർബിൾ ഇല്ലേ, മാർബിളിന്റെ മേലെ വെച്ച്. ഈൻ്റെപ്പരം ഇത് മാത്രല്ല, വേറെയും കുറെ സാധനം ഉണ്ട്. ഇതുണ്ടോ എക്സ്ട്രാ എന്ത് ഹമ്മൂസ്. അനക്കീനെ പറ്റി വലിയ ധാരണയില്ല കേട്ടാ. ഹമ്മൂസ്, ഇത് മയോണീസ് അടിപൊളിയായിരിക്കും. അപ്പൊ ഗൈസ് ഇതാണ് കല്ലുമ്മ ചുട്ട. കല്ലുമ്മ ചുട്ട കായ. കല്ലുമ്മ ചുട്ട കോഴി. കണ്ട മാർബിളിൽ വെച്ച്. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് തിന്നോക്കട്ടെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെയുള്ള ഏറ്റവും സ്പെഷ്യൽ സാധനം. നിങ്ങൾ ഷാർജയിലുള്ള ആൾക്ക് ഭയങ്കര സ്പെഷ്യലാണ് ഇത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നു ഇങ്ങനെ ഒരു സാധനം, കല്ലുമ്മ ചുട്ടെന്നല്ലോ. ഞാൻ തിന്നോക്കട്ടെ, എനിക്ക് എന്താണെന്ന് അറിയില്ല. നല്ല ഡിഷ് ഉണ്ട് കേട്ടോ. അടിപൊളി സാധനമാട്ടെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങള് ഷാർജയിലുള്ള ആൾക്കാർ ഇത് തിന്നോക്കിക്കോ, അല്ല ആരെങ്കിലും ഇത് തിന്നോക്കിക്കോന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം തിന്നിക്കേയില്ല. എനിക്കതിന്റെ മസാല ഇഷ്ടപ്പെട്ട. ചിക്കൻ സാധയാണ്, മസാല വെറൈറ്റി അവർ അടിപൊളി ടേസ്റ്റാ. എന്തായാലും നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനം വെച്ചാൽ മന്തിയില് മുട്ട ഉണ്ട്, അതിന്റെ മേലെ ഒരു വെറൈറ്റി സാധനം ഉണ്ട്. നമ്മൾ വയനാട്ടിലെല്ലാം മാത്രം കിട്ടുന്നില്ലേ, വയനാട്ടിലെല്ലാം ഉണ്ടാകുന്ന പോലത്തെ ഒരു സാധനം ഇവിടെ ഉള്ളത്. എന്നാ പോത്തുംകാല്. അതന്നെ പോത്തുംകാലുള്ള ഇതിൽ ഫുള്ള് മജ്ജിയും കാര്യം എല്ലാം ഉണ്ട്. കണ്ട ഇതിങ്ങനെ കത്തിയോണ്ട് തന്നെ മുറിക്കണോ, അമ്മാതിരി വെലിയുന്നയാ. ശരിയായ വെലിച്ചിലല്ലേ, സാധയല്ലേ. ഇങ്ങനെ വെലിയുന്നോണ്ട് കൈ കൊണ്ടൊന്നും നടക്കുകയില്ല നമുക്ക്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ കൊട്ട്. ഇതാ ഇതിങ്ങനെ വരുന്നുണ്ടോ ഉള്ളിൽ നിന്ന്, ഓരോ തട്ടലിന് ഓരോന്നായിട്ട് വരുന്നത്. ഇതിവിടെ കുടുങ്ങി നിൽക്ക്. പിന്നെ ഇതിൻ്റെ പേരെ മന്തി വരുന്നുണ്ട്, ചിക്കൻ വരുന്നുണ്ട്, കുറേ സാധനം വരുന്നുണ്ട്. മന്തി തന്നെ വെറും മുട്ട ഇട്ടിന്, ബീഫ് ഇട്ടിന്, അങ്ങനത്തെ കുറേ സാധനം ഇട്ടിക്ക്. അതുപോലെ അതിൻ്റെ ഇത്ര വലിയ കൊട്ടുമുണ്ട്. ഇതെല്ലാം എന്തായാലും മസ്റ്റ് ട്രൈ സാധനം. ആ ഷാർജയിലുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കഴിച്ച്. ഇതാ ചാർക്കോളാണ് ഇത്. പെരിപ്പെരി ഉണ്ട്, ഗ്രീൻ ഉണ്ട്, മെക്സിക്കോ ഉണ്ട്, മലായി ഉണ്ട്. ഇവിടെ 13 തരം ചാർക്കോൾ ഉണ്ട്. ഇതാ ഞാൻ ഇപ്പൊ ജസ്റ്റ് തിന്നോക്കുന്ന ഇതാ പെരിപ്പെരി. ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ വലിയ ചാർക്കോൾ അങ്ങനെ തിന്നാത്ത. ചാർക്കോൾ തിന്നാക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സാധനം ഇത്. ഞാൻ തിന്നാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്. എൻ്റെ ഫാമിലിയെല്ലാം തിന്നോക്കിനി ഓർല നല്ല അഭിപ്രായം. എന്നിങ്ങനെ വിളിക്കുന്നു കാണുമ്പോൾ. അല്ല മെക്സിക്കോ എന്ന് പറയുന്ന മലായി, എന്തെല്ലാം പേരാ റബ്ബേ. മലായി തോന്നാം. മലായി അടിപൊളി കേട്ടാ. മലായി കിഡിലും ടേസ്റ്റ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ലേ ചാർക്കോളിലും മലായി. ഞാൻ സ്പെഷ്യലായിട്ട് പറയുന്നത് മലായി എടുത്തോ, അടിപൊളി ടേസ്റ്റാ. ഞാൻ ഫുഡെല്ലാം കഴിച്ച് അടിപൊളി ഫുഡാ. ഇവിടെ കുറേ സാധനം ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. മുയല്, കാട്ടുപോത്ത്, അങ്ങനത്തെ കുറേ സാധനം ഉണ്ട്. പിന്നെ മെയിൻ ഷാർജയിൽ ഇവിടെ മെയിൻ ഉള്ള പ്രശ്നം പാർക്കിംഗ് കിട്ടൂല. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് തിന്നാൻ പോയിക്കണ്ട, അവിടെ ഒരിക്കലും നമുക്ക് പാർക്കിംഗ് കിട്ടൂല. പക്ഷേ ഇതെവിടെ സ്ഥലം വരുന്നതെന്ന് വെച്ചാൽ ഷാർജയിൽ മുബൈല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. ഇവിടെ പാർക്കിംഗ് ഫ്രീയാ. അതെങ്ങനെ ഫ്രീ? വെറുതെ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റൂല. ഇവിടുന്ന് പാർക്ക് ചെയ്യാം, എന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾ ഇവിടെയുള്ള ബില്ലില്ലേ, ഫുഡ് പാർക്ക് റെസ്റ്റോറൻറ്റിലെ ബില്ല് എടുത്തിട്ട് അവിടെ പോയിക്കൊണ്ട് നമുക്ക് ഫ്രീ പാർക്കിംഗ് കിട്ടും. എത്ര നേരം വേണമെങ്കിലും. എല്ലാവരും ഇവിടെ വന്ന് എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്തു.